തിരുവനന്തപുരം കാട്ടാക്കടയിലെ പൂടനാട് നവജാത ശിശുവിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരണം. കുഞ്ഞിനെ കൊന്നതാണെന്ന് അമ്മ ഷംന പോലീസിന് മൊഴി നൽകി. കുഞ്ഞിന്റെ കഴുത്ത് ബ്ലേഡ് ഉപയോഗിച്ച് കീറുകയും കത്രിക കുത്തി താഴ്ത്തുകയും ചെയ്തെന്ന് ഷംന പോലീസിനോട് പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സനിറ്റ ചേരുന്നുണ്ട്. സനിറ്റ, അതിനീചവും നിഷ്ഠൂരവുമായൊരു ക്രൂര കൊലപാതകമെന്ന് തന്നെ പറയാം. ഒടുവിൽ അമ്മ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ കാട്ടാക്കട പുഴനാട് ഇത്തരത്തിൽ ഒരു ശിശു മരിച്ച സംഭവം അല്ലെങ്കിൽ ഈ മരണ വാർത്ത നമ്മളെല്ലാം അറിയുന്നത്. അങ്ങേയറ്റം വേദനാകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം തന്നെ പ്രാഥമിക ഒരു അറിവുകൾ റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് ഈ അമ്മ വീട്ടിലാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പ്രസവത്തെ തുടർന്നാണ് ഇത്തരത്തിൽ മരണമുണ്ടാകുന്നത് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. തുടർന്ന് ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. റിപ്പോർട്ട് മറ്റു രീതിയിൽ ആർക്കും നൽകിയിരുന്നില്ല, പോലീസിന് മാത്രമാണ് വിവരങ്ങൾ നൽകിയിരുന്നത്. ഈ വിവരത്തിലാണ് കുട്ടി ശ്വാസം മുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നത്. തുടർന്ന് വ്യാപകമായി പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. എന്തായാലും ഇന്നലെ തന്നെ ഇത്തരത്തിൽ അമ്മയെ ഒരു സംശയത്തിന്റെ നിഴലായിരുന്നു മറ്റ് പല വാർത്തകളും അല്ലെങ്കിൽ സൂചനകളും ലഭിച്ചിരുന്നത്. അമ്മയാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇന്ന് ഇത്തരത്തിൽ അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു മൊഴി നൽകിയിരിക്കുകയാണ്. എന്തായാലും ഈ കുഞ്ഞ് മരിച്ച സംഭവത്തിൽ അമ്മ ഷംന തന്നെയാണ് ഇത്തരത്തിൽ ഈ കൊലപാതകം നടത്തി എന്നതാണ് അമ്മ ഇന്ന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന് കാരണം ആയി പറയുന്നത് ഇവർ സാമ്പത്തികമായി വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഒരു കുട്ടി ഇവർക്കുണ്ട് നിലവിൽ. അതുകൊണ്ട് തന്നെ മറ്റൊരു കുട്ടിയെ കൂടി ഇത്തരത്തിൽ വളർത്തുവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. തുടർന്ന് അത്തരത്തിൽ ഒരു കുഞ്ഞിനെ വളർത്താനുള്ള സാഹചര്യം ഇല്ലാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ ഈ കൊലപ്പെടുത്തുവാൻ കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഷംനയുടെ ഭർത്താവിന് ഈ കാര്യത്തെ പറ്റി യാതൊരു സൂചനയും ഇല്ലായിരുന്നു. ഈ അമ്മ പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ ഈ കുഞ്ഞിന് ജന്മം നൽകാൻ എല്ലാ തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പോലും അല്ലെങ്കിൽ അത്തരം സൂചന പോലും ഈ ഷംനയുടെ ഭർത്താവിന് ലഭിച്ചിരുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ പോലീസ് പറയുന്നുണ്ട്. എല്ലാ തരത്തിലും എന്തായാലും ഇന്ന് അമ്മ സൂചന നൽകിയിരിക്കുകയാണ് അല്ലെങ്കിൽ മൊഴി നൽകിയിരിക്കുകയാണ്. കുട്ടിയെ താൻ തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കഴുത്തിൽ ബ്ലേഡ് കൊണ്ടും കീറുകയും കത്രിക കൊണ്ടും കുത്തി പരിക്കേൽപ്പിച്ചാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത അമ്മ തന്നെ പുറത്ത് പറയുന്നത്. വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് എന്തായാലും നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ നടപടികൾ പോലീസ് എടുത്തു കഴിഞ്ഞു. യുവതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് രാത്രിയോടെ തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സോന.